ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം. ജനിതക ഘടന അടിസ്ഥാനമാക്കിയുള്ള വിവാഹം, മാരേജസ് ബേസ്ഡ് ഓൺ ജിനോം. ഇന്ന് ഇന്ത്യ ഒരു ജനറ്റിക് ഡിസോർഡർ എക്സ്പ്ലോഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി CCMP നടത്തിയിരിക്കുന്ന സ്റ്റഡിയിൽ ഇന്ത്യയിലെ പല കമ്മ്യൂണിറ്റികളിലും എൻഡോഗാമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഫിൻലാൻഡ് പോലെയുള്ള ഇന്റർനാഷണൽ കൺട്രീസ്, അവിടെയാണ് ഈ എൻഡോഗമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതൽ കണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങാണ് ഇന്ന് ഈ ചില കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയിലുള്ളത്. എന്താണ് എൻഡോഗമിക് ഇൻഡെക്സ്? എൻഡോഗമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, നമ്മൾ കല്യാണം കഴിക്കുന്നത് മുഴുവൻ വിത്തിൻ ദ സെയിം കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ക്രീഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻഡോഗമസ് മാരേജസ് എന്ന് പറയും. അത് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു ഫൗണ്ടർ എഫക്റ്റ് ആണ്, ഒരു പോപ്പുലേഷൻ ബോട്ടിൽ നെക്ക്. ഒരു വലിയ പോപ്പുലേഷനെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൻസെസ്ട്രൽ നിന്നാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനറ്റിക് ഐസൊലേഷനിലേക്ക് മാറും ആ കമ്മ്യൂണിറ്റി. എല്ലാ മനുഷ്യരിലും ഒരു ഫോൾട്ടി ജീനോം ഉണ്ടാവും, ഒരു ഫോൾട്ടി ജീൻ ഉണ്ടാകും. ഈ സെയിം ആൻസെസ്ട്രൽ നിന്നുണ്ടായിരിക്കുന്ന പോപ്പുലേഷന് അതേ സെയിം ഈ ആൻസെസ്ട്രൽക്കുള്ള സെയിം ഫോൾട്ടി ജിനോം ആ കല്യാണം കഴിക്കുന്ന അച്ഛനും അമ്മയിലും സെയിം ഫോൾട്ടി ജിനോം ക്യാരി ചെയ്യാനായിട്ടും അതുവഴി ആ കുട്ടിക്ക് ആ ഫോൾട്ടി ജിനോമിന്റെ സാധ്യതകൾ പെർസെൻറ്റേജ് വളരെയധികം കൂടുകയും ജനറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഡിസീസസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊരു മാസീവ് പാൻഡമിക് പോലെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ചെറിയ ചെറിയ എഫക്റ്റുകൾ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരു വളരെ ചെറിയ ലഘു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അലർജിക് ആസ്മാറ്റിക് ഉള്ള അച്ഛനും അമ്മയും ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അലർജിക് ആസ്മ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട്, ചില കുട്ടികളിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഒരു ഏജ് പെട്ടെന്ന് അവൻ ഏജായി മാറുക, ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഏജ് അവന് കുട്ടിയിൽ ഉണ്ടാകുക. ഇതിന് പെട്ടെന്ന് മെഡിസിൻസ് ഒന്നുമില്ല, കാരണം ഇത് ഹെറിഡിറ്ററി ആയിട്ട് ജനറ്റിക് ഡിസോർഡർ വഴി ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം ഈ മേജർ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻഡോഗമസ് മാരേജ് ആണ്. ഇന്ന് ഒരു സെന്റർ ഫോർ ഈ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള CCMP നടത്തിയിരിക്കുന്ന സ്റ്റഡിയുടെ ബേസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻഡോഗമസ് മാരേജ് വിത്തിൻ ദ സെയിം കമ്മ്യൂണിറ്റി, വിത്തിൻ ദ സെയിം കാസ്റ്റ് എന്ന് വെച്ചാൽ ഫൗണ്ടർ എഫക്റ്റ് ഉള്ള ജനറ്റിക് ഐസൊലേഷൻ ഉള്ള ഈ ആളുകൾ സെയിം മാരേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാരേജ് അവർ തമ്മിൽ നടത്തി കഴിഞ്ഞാൽ ഈ ഫോൾട്ടി ജീനോം അച്ഛനും അമ്മയ്ക്കും ക്യാരി ചെയ്യുന്നത് സെയിം ഫോൾട്ടി ജീനോം ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഓഫ്സ്പ്രിങ്ങിന് ആ ഫോൾട്ടി ജീനോം ക്യാരി ചെയ്യാനുള്ളത് സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകുമെന്നും ആ കുട്ടിക്ക് ഒരു ജനറ്റിക് ഡിസീസ് ഉണ്ടാകുമെന്നും നമുക്കറിയാം, മനസ്സിലായി. ഇനി എന്താണ് ഇതിനൊരു സാധ്യതയുള്ളത്? ബിഫോർ മാരേജ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജനറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. ജനറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു DNA ടെസ്റ്റ് ആണ്. ബ്ലഡ് കപ്പിൾസ് അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പോകുന്ന രണ്ടുപേരും ബ്ലഡ് കൊടുത്ത് അതിൽ നിന്നൊരു DNA ടെസ്റ്റ് നടത്തുക. അതിൽ നിന്ന് നമുക്ക് ഈ കപ്പിൾസിനെ ഒരു അൺഹെൽത്തി ചൈൽഡ് ഓഫ്സ്പ്രിങ് കൺസീവ് ചെയ്യാനുള്ള സാധ്യത എന്തോരം ഉണ്ടെന്നുള്ളതിന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഓഫ്സ്പ്രിങ് കൺസീവ് ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന്റെ ബേസിസിൽ മാത്രം ഒരു കല്യാണം നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എടുത്ത് അതിനുശേഷം കപ്പിൾസ് മാരേജിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചു, ജീൻ എന്ന് പറയുന്നത് അച്ഛനിലും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ജനിതക ഐസൊലേഷൻ സംഭവിച്ചിരിക്കുന്ന ഫൗണ്ടർ എഫക്റ്റ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് സെയിം കമ്മ്യൂണിറ്റിയിൽ തന്നെ മാരേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെറിഡിറ്ററി ഡിസീസസ് അച്ഛനും അമ്മയ്ക്കും ആ പറഞ്ഞിരിക്കുന്ന ഫോൾട്ടി ജിനോം ഉള്ളത് കൊണ്ടിട്ട് ഇതിന്റെ സാധ്യത ഈ കുട്ടിയിലേക്ക് ക്യാരി ഓൺ ചെയ്യാനുള്ള സാധ്യത കൂടി 10 മടങ്ങാണ്. അപ്പോൾ ഈ അഫക്റ്റഡ് ജീൻ കുട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് രോഗാതുരനായി മാറും. ഇനി ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ല, ഇനി ഇങ്ങനത്തെ ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ ഒരു ബാരിയർ ആണ്, നമുക്ക് അതങ്ങനെയൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. അത് ഇനിയും കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പാരന്റ്സ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെ സംഭവിക്കാം? ഫ്യൂച്ചറിൽ 1.4 ബില്യൺ പോപ്പുലേഷനുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹെൽത്ത് കെയറിൽ മാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് നടത്തേണ്ടതായിട്ട് വരും. അതിന് ഗവൺമെന്റിന് സാധിക്കില്ല, കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ ആണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ there is a higher chance, ഒരു വലിയ ചാൻസ് ഉണ്ടാകും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് നാളെ ഹെൽത്തി ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്ങിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ ഒരു ആധാർ പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഗവൺമെന്റ് കമ്പൽസറി ആയിട്ടിരിക്കും. ഇതൊരു ലൈറ്റർ നോട്ടിൽ പറഞ്ഞാണെന്നുണ്ടെങ്കിലും ഇതിന് സാധ്യത തള്ളിക്കളയണ്ട. കാരണം പോപ്പുലേഷൻ, നെക്സ്റ്റ് ജനറേഷന്റെ ഹെൽത്ത് ബേസ് ആണ് ഒരു കൺട്രിയുടെ ബേസിസ്. അതാണ് കൺട്രി അതിനൊരു പാൻഡമിക് ആയിട്ട് വന്നു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ കൺട്രിയുടെ ലീഡേഴ്സ് ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് നമുക്ക് ഇന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ഈ പറയുന്ന ചർച്ച നമ്മൾ ലവ് മാരേജിന് എഗെയിൻസ്റ്റ് ആണോ?
സി നമ്മൾ ഈ പറയുന്നതൊന്നും ലവ് മാരേജിന് എഗെയിൻസ്റ്റോ പ്രോയോ അല്ല. സി ഇത് നമ്മൾ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് സെൽഫായിട്ടുള്ള ഡിസിഷൻസ്, ഇമോഷൻസ് ബേസ്ഡ് അല്ലാത്തൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളൊരു ലേൺഡ് ഡിസിഷൻ എടുക്കുക. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്നത് ഒരു ജനറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നടത്തിക്കൊണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഇൽ ഹെൽത്ത് ഉള്ള ഒരു ഓഫ് സ്പ്രിങ് നമുക്ക് കൺസീവ് ചെയ്യില്ല എന്ന് റൂൾ ഔട്ട് കൺസീവ് ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാരേജ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. സോ ലവ് മാരേജിന് എഗെയിൻസ്റ്റും അല്ല പ്രോയും അല്ല ഈ ചർച്ച. ഇനി ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാസ്റ്റിൽ നിന്ന്, സെയിം കാസ്റ്റിൽ നിന്നുള്ള മാരേജിന് എഗെയിൻസ്റ്റ് ആണോ നമ്മൾ? സെയിം കാസ്റ്റിലുള്ള മാരേജിൽ നിന്ന് നമ്മൾ എഗെയിൻസ്റ്റ് അല്ല. നമ്മൾ പറയുന്നത് ജനറ്റിക് ഐസൊലേഷൻ വരുത്തുക. നിങ്ങളുടെ സെയിം കാസ്റ്റ് തന്നെ ഒരു മാസീവ് ആയിട്ടുള്ള കേരളത്തിൽ മൊത്തം പടർന്നു കിടക്കുന്ന ഒരു കാസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് മാറി സെയിം കാസ്റ്റിൽ തന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ലൊക്കാലിറ്റിയിൽ നിന്ന് മാറുക. അപ്പോൾ ജനറ്റിക് ഐസൊലേഷൻ, ജനറ്റിക് വേരിയേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ജനറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നടത്തിയതിനു ശേഷം എൻഷുർ ചെയ്തിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതെല്ലാം കേട്ടിട്ട് ശേഷം ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ പാരൻസ് നമ്മളെ കവളമടൽ വെട്ടി അടിക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയും ഇത് കേട്ടതിന് ശേഷമുള്ള യങ്ങർ ജനറേഷൻ കല്യാണവും വേണ്ട കുട്ടികളും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോവില്ല എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ജാതകത്തിൽ മുകളിൽ ജനിതക കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് വെക്കുക എന്ന് ഹംബിൾ റിക്വസ്റ്റ് നടത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ.